നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സജീവമായ ചർച്ചയാണ് പടക്കളത്തിലൂടെ കടന്നുപോകുന്നത്. പടക്കളത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. അടൂരിൽ നിന്നുമാണ് പടക്കളം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത്. പതിവ് പോലെ തന്നെ അടൂരിൽ വലിയൊരു പൗരാവലി തന്നെ പടക്കളത്തെ വളരെ സജീവമാക്കാൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കൈരളി ന്യൂസിലേക്ക്, പടക്കളത്തിലേക്ക്. നമുക്ക് ഒപ്പം ഇന്ന് ചേരുന്ന മുന്നണി വക്താക്കൾ, നേതാക്കൾ, അവരെ ആദ്യം പരിചയപ്പെട്ടുകൊണ്ട് പതിവ് പോലെ പടക്കളത്തിലേക്ക് നീങ്ങാം. ശ്രീ എസ് ബിനു, കോൺഗ്രസ് UDF. അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA, CPIM LDF. അഡ്വക്കേറ്റ് നോബൽ മാത്യു, BJP NDA. ആദ്യം MLAയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത്തവണ CPIMലെ വളരെ പ്രധാനപ്പെട്ടൊരു നേതാവ് ആയിട്ടുള്ള മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ TM തോമസ് ഐസക് മത്സരരംഗത്ത് ഇറങ്ങുന്നു. അതോടുകൂടി തന്നെ CPIM LDF ഏത് നിലയിലാണ്, കഴിഞ്ഞ തവണ വീണ ജോർജ് ആയിരുന്നു, എത്രമാത്രം ഗൗരവത്തോടുകൂടി മണ്ഡലം പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വ്യക്തമായി. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഒരു 3.5 ലക്ഷത്തോളം വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു അടിത്തറയുള്ള മണ്ഡലം 2019 രാഷ്ട്രീയ സാഹചര്യമേല 2024. ഈ പശ്ചാത്തലത്തിൽ നിന്നെല്ലാം നോക്കുമ്പോൾ, പ്രചാരണത്തിൻ്റെ ഇത്രയേറെ ദിവസങ്ങൾ, ആഴ്ചകൾ പിന്നിടുമ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഈ മണ്ഡലം ഇടത്തേക്കെത്തും എന്നുറച്ചു വിശ്വസിക്കാൻ പാകത്തിന് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് വിജയിക്കും എന്നത് മാത്രമല്ല, 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് പത്തനംതിട്ട മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. കേരളമാകെ വലിയ ട്രെൻഡ് അടിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് ആൻ്റോ ആൻ്റണി കടന്നുകൂടിയത്. 44,000 വോട്ടിൻ്റെ മാർജിനായിരുന്നു. 1.5 ലക്ഷത്തിൽ തുടങ്ങിയ ഗ്രാഫ് താഴേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. മുന്നണി എന്ന നിലയിൽ അന്ന് കേരള കോൺഗ്രസ് മാണി UDFൻ്റെ പക്ഷത്തായിരുന്നു. ഇപ്പോൾ 3 MLAമാരുണ്ട്. കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും റാന്നിയും 3 MLAമാർ കേരള കോൺഗ്രസ് മാണിയുടേതാണ്. തിരുവല്ല മാണി മത്സരിച്ച മണ്ഡലമാണ്. 1 ലക്ഷത്തിലധികം വോട്ട് അങ്ങനെ ആ ഇനത്തിൽ തന്നെ മുന്നണി എന്ന നിരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്ലസ്സായി ഇവിടെ നിൽപ്പുണ്ട്. അതിനെല്ലാം അപ്പുറം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മാർജിൻ വളരെ കൂടി. 73,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ LDFന് ഈ മണ്ഡലത്തിലുള്ളത്. 7 MLAമാർ LDF, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് LDF, ജില്ലയിലെ 70% വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ LDF. അതിനെല്ലാം അപ്പുറം ഡോക്ടർ തോമസ് ഐസക് സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി അതിനപ്പുറമുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ വലിയ പിന്തുണ തോമസ് ഐസക്കിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ഇവിടെ എത്തിയാൽ പത്തനംതിട്ടയ്ക്ക് ഗുണകരമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം കോൺഗ്രസ്സുകാർ, ഇന്നലകളിൽ കോൺഗ്രസ് ആയിരുന്നവർ, മറ്റിതര രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചവരെല്ലാവരും തോമസ് ഐസക്കിന് വലിയ പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മണ്ഡലത്തിൽ എല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. തോമസ് ഐസക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല. വികസനം തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പത്തനംതിട്ട പാർലമെൻറ്റ് അംഗം കഴിഞ്ഞ 15 വർഷമായി എന്തു ചെയ്തു എന്ന ചോദ്യമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് വെക്കുന്ന ചോദ്യം. 15 വർഷം MP എന്തു ചെയ്തു ഈ പത്തനംതിട്ടയ്ക്ക് വേണ്ടി? ഒരു മറുപടിയും തരുവാൻ ഇതുവരെ MP തയ്യാറായിട്ടില്ല. ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനം പത്തനംതിട്ടയിൽ ഒരു മാറ്റത്തിനു വേണ്ടി കൊതിച്ചു നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ ഇടതുപക്ഷം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം വലിയ മാർജിനിൽ ജയിക്കും. ശ്രീ ബിനു, ഇവിടെ ജനീഷ് കുമാർ MLA കേവലം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഏതൊക്കെ രാഷ്ട്രീയ ഘടകങ്ങളാൽ, ഏതൊക്കെ തരം ഇഷ്യൂ ബേസ്ഡായി നോക്കിയാലും എങ്ങനെ ഇത്തവണ ഇടതുപക്ഷത്തേക്ക് ഈ മണ്ഡലം എത്തും എന്നതിനെ സംബന്ധിച്ചുള്ള ഓരോരോ കാരണവും അക്കമിട്ട് നിരത്തിയാണ് ഇവിടെ ഇപ്പോൾ പ്രാഥമികമായി സംസാരിച്ചു വെച്ചത്. അതാകെയും കോൺഗ്രസിനെയും UDFനെ സംബന്ധിച്ചും ഒട്ടും ആഹ്ലാദം പകരുന്നതുമല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, കാരണം നമുക്കറിയാം MLAമാരുടെ സാന്നിധ്യം എല്ലാ മണ്ഡലങ്ങളിലും LDF എന്ന നിലയിൽ നിൽക്കുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വലിയ സ്വാധീനം, തോമസ് ഐസക്കിനെ പോലൊരു സ്ഥാനാർത്ഥിയുടെ വരവ്, ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന എന്ത് മരുന്നാണ് യഥാർത്ഥത്തിൽ 24-ൽ നിങ്ങളുടെ കയ്യിലുള്ളത്? അത് ഏതാണ്ട് ഇതുവരെയും ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധം അവതരിപ്പിക്കാനായിട്ടുണ്ടോ? അല്ല, ആദ്യമേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രീ ജനീഷ് കുമാറിൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ ഒരു മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നം മാത്രമാണ്. പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം നമ്മുടെ നാട്ടിൽ മധ്യ തിരുവിതാംകൂറിൽ 18 അടവ് എന്നൊക്കെ പറയുന്നുണ്ട്.
18 56 അടവ് പ്രയോഗിച്ചാലും പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം UDFൻ്റെ ഉരുക്കു കോട്ടയാണ്. ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും പ്രതിബന്ധങ്ങളുണ്ടായാലും എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ഒന്നും പത്തനംതിട്ടയിൽ സംഭവിക്കില്ല. ഇവിടെ ആൻ്റണി കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മെച്ചപ്പെട്ട ലീഡ് നേടി പത്തനംതിട്ടയിൽ ജയിക്കും എന്നുള്ളതിൽ പത്തനംതിട്ട ജില്ലയിലെ വോട്ടർമാർക്ക് യാതൊരു സംശയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഡാറ്റകളെല്ലാം സൂചിപ്പിച്ചു. എത്ര ഡാറ്റകൾ അവതരിപ്പിച്ചാലും ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം BJP 2,97,000 വോട്ട്, അവരുടെ ഏറ്റവും എന്താ പറയുന്നത് തെരഞ്ഞെടുപ്പ് താരം ആയ ആളിവിടെ മത്സരിച്ചിട്ട് പോലും അവർക്ക് 2,97,000 വോട്ട് സമാഹരിച്ചിട്ടും പത്തനംതിട്ടയിൽ UDF ജയിച്ചെങ്കിൽ ഈ മണ്ഡലത്തിലെ ജനം ഇക്കുറി അവരെ വളരെ പിന്നോട്ട് താഴ്ത്തിക്കൊണ്ട് UDFനെ ഇവിടെ ഒന്നാമതെത്തിക്കുന്നതിന് നല്ല ഭൂരിപക്ഷം കൊടുക്കാൻ പത്തനംതിട്ടയിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. നോബിൾ മാത്യു, നിങ്ങൾ ഇനി പോകാൻ മുന്നോട്ട് ഇടമില്ലാത്ത വിധം ഇടിച്ചു നിൽക്കുകയാണെന്നാണ് ബിനു പറഞ്ഞത്. അവിടെ നിന്ന് താഴോട്ടേ നിങ്ങൾക്ക് പോകാനാകൂ. മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ തൽക്കാലം പത്തനംതിട്ടയിൽ തുറന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ടോ BJPയെ സംബന്ധിച്ച്? ബിനു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്. ആ 2,97,000 വോട്ട് അങ്ങനെ ഇടിച്ചു നിൽക്കുകയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ മൊത്തം നരേന്ദ്രമോദി അധികാരത്തിലേറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ 91 തെരഞ്ഞെടുപ്പ് വേണ്ടല്ലോ, നിങ്ങളങ്ങ് സ്വയം പ്രഖ്യാപിച്ചു. അല്ല, കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കേണ്ട. ഇടതുപക്ഷ മുന്നണിക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, ആ സർക്കാരിനെതിരെ ആന്റി ഇൻകുംബൻസി ഫാക്ടർ ഉണ്ട്. ശരി, ആ ആന്റി ഇൻകുംബൻസി ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, എല്ലാ ബൂത്തിലുമുണ്ട്. ആ വോട്ടും കൂടെ കൂടുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് വരാം. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ഥാനാർത്ഥികളുടെ ഒരു താരതമ്യം, സ്ഥാനാർത്ഥിയുടെ മികവ്, അതുപോലെ തന്നെ മണ്ഡലത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെ. ഇപ്പോൾ നോബിൾ മാത്യു പറഞ്ഞു ദേശീയ തെരഞ്ഞെടുപ്പാണ്, പക്ഷേ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തിനെതിരെയാണ് എന്ന നിലയിലാണ്. മോദിക്കെതിരായ ഒരു ഭരണവിരുദ്ധ വികാരവും കേരളത്തിൽ നിൽക്കുന്ന BJP നേതാക്കൾക്ക് ദർശിക്കാനേ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുണ്ട്, മണ്ഡലത്തെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ ആമുഖമായി ഇവർ പറഞ്ഞത് വെച്ച് നമുക്ക് നിങ്ങളുടെ ഒരു റൗണ്ട് റിയാക്ഷൻസ് എടുക്കാം. യുവാക്കൾക്ക് വേണ്ടി എന്താണ് ഈ ഗവൺമെന്റ് ചെയ്തത്, അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുന്നില്ല. അത് സ്റ്റേറ്റ് ഗവൺമെന്റും കൊടുക്കുന്നില്ല, സെൻട്രൽ ഗവൺമെന്റും കൊടുക്കുന്നില്ല. അങ്ങനെ ഈ വിദ്യാർത്ഥികൾക്കും ഈ യുവാക്കൾക്കും ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് 2 ലക്ഷം തൊഴിൽ ഒരു വർഷം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ശരിയാണോ കൊടുക്കുന്നു, 20 ലക്ഷം തൊഴിൽ ഒരു വർഷം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 2000 തൊഴിൽ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതിനുള്ള അഭിപ്രായം 2 ലക്ഷം അല്ല 2 കോടിയാണ് അല്ലേ? വളരെ ചെറിയ മറുപടികളിൽ ഞാൻ ആമുഖമായി പറഞ്ഞതിൽ ഇവർ രണ്ടാളും പ്രതികരിച്ചപ്പോൾ വസ്തുത പറഞ്ഞിട്ടില്ല. അവർ ഇവിടെ നിന്നോ ഉള്ള കുറേ വിവരങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഞാൻ പോയിൻ്റാണ് പറഞ്ഞത്. തോമസ് ഐസക് ഈ ജില്ലയിൽ 1 ലക്ഷം വോട്ടിന് എങ്ങനെ ജയിക്കും എന്നതിൻ്റെ കണക്കാണ് പറഞ്ഞത്. നിങ്ങൾ ആ കണക്ക് വെച്ച് സംസാരിക്കണം. ദൗർഭാഗ്യവശാൽ ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിച്ചു, 15 വർഷം ആൻ്റണി എന്ന ഒരു ജനപ്രതിനിധി ഈ ജില്ലയിൽ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്തു ചെയ്തു? അതെൻ്റെ ചോദ്യമല്ല, ഈ പാർലമെൻറ്റിലെ സാധാരണ ജനങ്ങളുടെ ചോദ്യമാണ്. അവരാണ് ചോദിക്കുന്നത് എന്തു ചെയ്തു. നിങ്ങൾ ഉത്തരം പറ. 2, സുഹൃത്തിൻ്റെ ചോദ്യം, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം നടന്ന കാലയളവ് അറിയുമോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന ആ ഫോണെടുത്തൊന്ന് തിരയണം. ഡോക്ടർ തോമസ് ഐസക് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കഴിഞ്ഞ 5 വർഷക്കാലമാണ് കേരളത്തിൻ്റെ ഇതംപ്രദമുള്ള ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനിൽ മുഖാന്തരം നടന്നത്. ഏതു സമയം? കോവിഡ് സമയം, പ്രളയ സമയം ഒക്കെയാണ്. പിന്നെ ഒരു ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഒരു കാലത്തും ജോലി ലഭിക്കില്ല. ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന എല്ലാവർക്കും ജോലി ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് നമ്മുടെ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത്? അതിനെല്ലാം ചില മാനദണ്ഡങ്ങളുണ്ട്.
ഈ പ്രയാസ സമയത്തും പ്രതിസന്ധി സമയത്തും വിവിധ സംസ്ഥാനങ്ങളിൽ നിയമന നിരോധനം നിലനിൽക്കുമ്പോൾ ഈ ഗവൺമെൻറ് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ ജില്ലയിൽ മാത്രം ഈ 3 മാസം മുമ്പാണ് 459 തസ്തികകൾ കോന്നി മെഡിക്കൽ കോളേജിൽ സൃഷ്ടിച്ചത്. കേന്ദ്രം സാമ്പത്തികമായി പിടിച്ച് ഞെരുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നത്. പിന്നെ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പുതിയ ആശയം, അദ്ദേഹം പറഞ്ഞല്ലോ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്ന്. കിഫ്ബി ഈ നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞു, തോമസ് ഐസക്ക് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കിഫ്ബിയിൽ ആരാണ് പണം നിക്ഷേപിക്കുന്നത്? ആരും തരാൻ പോകുന്നില്ല. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്ന് പറഞ്ഞ ആ കിഫ്ബി പദ്ധതിയിലൂടെ 50,000 കോടി രൂപയുടെ വികസനമാണ് കഴിഞ്ഞ പ്രാവശ്യം ലക്ഷ്യം വെച്ചതെങ്കിൽ ഇപ്പോൾ അത് 80,000 കോടി രൂപയുടെ വികസനമായി മാറിയിരിക്കുകയാണ്. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ തോമസ് ഐസക്ക്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരപേക്ഷ കൊടുക്കുക. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജോലി കിട്ടിയിരിക്കും, ഇതെൻ്റെ ഉറപ്പാണ്. നിങ്ങൾ തോമസ് ഐസക്ക് പറയുന്നത് വെറുതെ അല്ല. മൈഗ്രേഷൻ കോൺക്ലേവ് നടത്തി രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രവാസികളും വ്യവസായികളും എല്ലാം കൊണ്ടുവന്ന് അവരുമായി ചർച്ച നടത്തി. ഞങ്ങൾ ഒരു ലിസ്റ്റ് അടിച്ച് തന്നിട്ടുണ്ടല്ലോ, ആ ലിസ്റ്റിലുണ്ട് എവിടെയൊക്കെയാണ് ഒഴിവ്, ഏതൊക്കെ സ്ഥാപനത്തിലാണ് ഒഴിവ്. ആ സ്ഥാപനമെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥാപനമല്ല, ഈ നാട്ടിലെ എല്ലാവരുടെയും സ്ഥാപനമുണ്ട്. പുതിയൊരു പദ്ധതിയാണ്, ഉറപ്പാണ് തൊഴിൽ. അതൊരു മാതൃകയാണ്, അതൊരു ചലഞ്ചാണ്. അതാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളോടുള്ള ഒരു ചോദ്യം, ഞാൻ ഇവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ്, എവിടെ 2 കോടി വെച്ച് 5 വർഷത്തെ തൊഴിൽ എവിടെ? മോദി സർക്കാരിന്റെ കൃത്യമായ വാഗ്ദാനമായിരുന്നു, അതെവിടെയെന്നാണ് ചോദ്യം. കണക്ക് അവതരിപ്പിക്കുക. ഞാൻ പറയാമല്ലോ. കണ്ണടച്ച് UPSC വഴി തൊഴിൽ കൊടുത്തത് ഈ കേരളത്തിലെ, ഈ ഭാരതത്തിലെ മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് ആ തൊഴിൽ നൽകുന്ന രേഖ കൊടുത്തു. അവർക്ക് എംപ്ലോയ്മെന്റ്. ഈ ചർച്ചയിൽ നോബൽ മാത്യുവിനെ അവതരിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. അഗ്നിവീർ കേട്ടിട്ട് അല്ലല്ല, ഇന്ത്യയിലെ പട്ടാളത്തിൽ പോലും ജോലി കൊടുക്കാതെ അഗ്നിപഥിലൂടെ RSSകാരെയും മറ്റും തിരികെ കയറ്റുവാനുള്ള സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗം മാത്രമാണ്. പട്ടാളത്തിൽ തൊഴിൽ കൊടുക്കുന്നത്. അത് തന്നെ പറയുന്നത്, അഗ്നിവീർ വഴി 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കുന്നു. അത് 12ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കുന്നു. അവര് 12 വർഷം പൂർത്തിയായ ശേഷം അവർക്ക് വേണ്ട നാട്ടിൽ വന്ന് സംരംഭം. 2 കോടി വെച്ച് 5 വർഷത്തെ തൊഴിൽ എവിടെ? ഈ ചോദ്യത്തിന് നോബലിന് മറുപടി ഇല്ല. പട്ടാളത്തിൽ തൊഴിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചാൽ മതി. നേരത്തെ MLA ചോദിച്ചല്ലോ, UPSC വഴി നിങ്ങൾ എത്ര കൊടുത്തു? ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലേക്ക് വന്ന PSC വഴി വരുന്ന നിയമനങ്ങളിൽ ദേശീയ നിലയിൽ, ദേശീയ ശരാശരി നോക്കിയാൽ ഏറ്റവും അധികം നിയമനം നൽകിയ ഒരു സംസ്ഥാനം കേരളമാണ്. ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ്. ഇങ്ങനെ മറുപടി പറയാൻ പറ്റണം. ഇത് മറുപടി ഇല്ലാതെ നിങ്ങൾ ഭാരതം, അതുപോലെ തന്നെ അഗ്നിപഥ്, ഇങ്ങനെ കുറെ കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അങ്ങനെയല്ല നോബൽ, അങ്ങനെയല്ല. നമ്മളൊരു ചർച്ചയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് സംസാരിക്കാൻ UPSC വഴി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ആ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കണക്കെങ്ങനെ UPSC വഴി 2 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞു. ഈ പറയുന്ന എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു. മോദി സർക്കാർ ഒരു കാര്യം പോലും ജനങ്ങൾക്ക് നടപ്പാക്കി തന്നിട്ടില്ല. ഗ്യാസിന്റെ സബ്സിഡി 15 ലക്ഷം നമ്മുടെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു. പെട്രോൾ ഡീസലിന്റെ വില കുറവ്, ഇത് എന്തെങ്കിലും വന്നോ? വാഗ്ദാനങ്ങളല്ലാതെ എന്തെങ്കിലും മോദി സർക്കാർ നിറവേറ്റിയിട്ടുണ്ടോ? പറയണം. ഒരാൾക്ക് ജോലി പറയൂ. സുകന്യ പദ്ധതി, കർഷകർക്കുള്ള കിസാൻ സമ്മാൻ പദ്ധതി, 427 ഓളം വികസന പദ്ധതികൾ നടപ്പിലാക്കി. അതിന്റെ സുകന്യ പദ്ധതി കൊടുത്തിട്ടുണ്ട്. ചോദ്യം വേറെയാ. എൻ്റെ നാട്ടിലെ ഒരു വികസനത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, കഴിഞ്ഞ ദിവസം അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരു നായ കടിച്ചു കൊണ്ടുവന്ന ഒരു രോഗി ആംബുലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ദയനീയമായി മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് പോലും നിലവിലില്ലെന്നാണ് പറയുന്നത്. 2 ആംബുലൻസ്
അത് ആദ്യമായി നോബൽ മാത്തുവിൻ്റെ അഭിപ്രായത്തോട് പ്രതികരിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഒഴിവില്ല എന്ന് പറഞ്ഞു. ആരോടാണ് പറയുന്നത്? നിങ്ങളുടെ നരേന്ദ്രമോദി ഇന്നിപ്പോ തീരുമാനിക്കട്ടെ. വേറെ എങ്ങുമല്ല. താങ്കൾ സംസാരിച്ചപ്പോ നിങ്ങളുടെ നരേന്ദ്രമോദി ഇപ്പൊ തീരുമാനമെടുക്കട്ടെ. ഇന്ത്യൻ റെയിൽവേയിൽ മാത്രം, വേറെ ഒന്നും എടുക്കണ്ട, ഇന്ത്യൻ റെയിൽവേയിൽ മാത്രം ഒഴിവ് നികത്താൻ നിന്നു തീരുമാനിച്ചാൽ നാളെ 1,12,000 ചെറുപ്പക്കാർക്ക് ഇന്ത്യയിൽ തൊഴിൽ കൊടുക്കാൻ പറ്റും. ഇന്ത്യൻ റെയിൽവേയിൽ മാത്രം. ബാക്കിയൊക്കെ പോവട്ടെ. നിങ്ങളെ എന്ത് ചെയ്തു? കുറേ പദ്ധതികളുടെ പേര് പറയുക. അടൂര് ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം ചെയ്തു എന്നാ ചോദ്യം. ഈ ജില്ലയിൽ തന്നെ ആരോഗ്യ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് എങ്ങനെയാ യാഥാർത്ഥ്യമായത്? നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജ് എങ്ങനെയാ യാഥാർത്ഥ്യമായത്? പറയാം. കോന്നി മെഡിക്കൽ കോളേജ് ഈ ഗവൺമെന്റ് 352 കോടി നിങ്ങൾ അവിടെ കോന്നിയിലെ കോൺഗ്രസ്സുകാരും ഇങ്ങനെ പറയില്ല. അവർക്കറിയാം ഇത്തിള് പിടിച്ചു നിന്ന ആ കോൺക്രീറ്റ് ബിൽഡിങ് കരാറുകാരൻ 2015 പണി പൂർത്തീകരിച്ചു പോയ പണി നിർത്തിപ്പോയ ആ കോൺക്രീറ്റ് ബിൽഡിങ് ഡോക്ടർ തോമസ് ഐസക് കിഫ്ബിയിൽ നിന്നും 352 കോടി രൂപ അനുവദിച്ച് ആ കരാറുകാരനെ തിരിച്ചു വിളിച്ച് ഇവിടെ പണി ചെയ്യിപ്പിച്ച് ഈ പ്രയാസ സമയത്ത് ഇത്രയധികം തസ്തികകൾ സൃഷ്ടിച്ച് OP-യും IP-യും എല്ലാമായി ഇന്ന് ഈ നാടിന്റെ അഭിമാനമായി ആ മെഡിക്കൽ കോളേജ് മാറുകയാണ്. അടൂരെ സംബന്ധിച്ച് എനിക്കറിയില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. അടൂർ താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് ഇല്ല എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പറയുന്ന എന്തു പണിയും ഞാൻ ചെയ്യാം. വെറുതെ വർത്തമാനം പറഞ്ഞു പോകല്ലേ. അടൂരെ ആശുപത്രിയിൽ മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു അപകടമുണ്ടായാൽ, ഇവിടെ ഒരു സംഭവം ഉണ്ടായാൽ ഫോൺ എടുത്ത് 108 വിളിച്ചാൽ ഇവിടെ നിമിഷങ്ങൾക്കൊഴുകും ആംബുലൻസ് വരും. ആര് നടപ്പിലാക്കിയാന്നറിയോ? ആ ആരോഗ്യ സംവിധാനത്തെ കുറിച്ചാണ് MLA-യുടെ മറുപടിയിൽ ഉണ്ടായിരുന്നത്. ബിനുവിന്റെ അവസരത്തിലേക്ക് വരുമ്പോൾ നിശ്ചയമായി അതിൽ എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? 1. 2, സിറ്റിംഗ് MP ആയിട്ടുള്ള ആന്റണിയുടെ വികസനത്തെ സംബന്ധിച്ച് വളരെ ക്ലാരിറ്റിയോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിശ്ചിത വിമർശനം നിരന്തരം ഇവർ ഉയർത്തുന്നുണ്ട്. സാമ്പിളായി ചിലത് പറയാമോ? ലൈറ്റ് പറയരുത് പ്ലീസ്. അതിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോഴേ ഞാൻ വേണമെങ്കിൽ കോന്നിയിലെ ജനീഷിൻ്റെ ഓഫീസിലോ ചിറ്റാറിലുള്ള സീയത്തോടുള്ള ജനീഷിൻ്റെ വീട്ടിലോ ഞാൻ നേരിട്ട് കൊണ്ടുതരാം. ആന്റണി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ പറയണമെങ്കിൽ ഇന്ന് ഇവിടുത്തെ 1 മണിക്കൂർ ചർച്ചയിൽ സമാനപ്പെട്. ആന്റണി, നിങ്ങൾ ഞാൻ അടൂരിൽ തന്നെ തുടങ്ങാം. അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഒന്ന് പോകണം. ജനീഷ്, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് പോകണം. ആന്റണി MP-യുടെ ഫണ്ടിൽ നിന്ന് തുക ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം ജനീഷിന് ഞാൻ കാണിച്ചു തരാം. ശരി, എന്റെ മാഷെ ഞാൻ ചോദിച്ച വളരെ വ്യക്തം. ആന്റണി 15 വർഷക്കാലം കൊണ്ട് ഏതെങ്കിലും ഒരു കേന്ദ്ര പദ്ധതി ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവന്നോ? ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിന്റെ പേര് പറയുക. ഒരെണ്ണം, വേറൊന്നും വേണ്ട. ഒരെണ്ണത്തിന്റെ പേര് പറയാനാ പറഞ്ഞത്. ഒരെണ്ണം കേന്ദ്ര പദ്ധതി, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു MP എന്ന നിലയിൽ ഭരണകക്ഷിയുടെ MP അല്ല ആന്റണി. ഒന്നാമത്തെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഭരണകക്ഷിയിലെ ഒരു ആളല്ല ആന്റണി MP. ഒരു MP-ക്ക് സ്വന്തം രാഷ്ട്രീയ കക്ഷിയിലെ സ്വാധീനം പ്രതിപക്ഷത്തിരിക്കുന്ന ഞാൻ ഫണ്ടല്ല, കേന്ദ്ര പദ്ധതി എന്ന നിലയിൽ അഭിമാനകരമായി MP-യുടെ ഒരു ഇടപെടൽ പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഈ പറണ്ടിക്കാവ് മുതൽ മുണ്ടക്കയം വരെ 183A ദേശീയപാത, ഇതുമായി ബന്ധപ്പെട്ട് 182 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് ഈ ഹൈവേയിൽ വരാൻ പോകുന്നത്.
ഞാനൊന്ന് പറഞ്ഞോട്ടെ മറുപടി പറഞ്ഞോട്ടെ. വാഗ്ദാനമല്ല. അതിലെ എം പിയുടെ റോൾ എന്താണ്? എം പി എങ്ങനെ ഇടപെട്ടു എന്ന്? ബിനു, എം പി എങ്ങനെ ഇടപെട്ടു എന്ന് കൂടി ഒന്ന് വിശദമാക്കുക. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലല്ല, കേരള NH-ന്റെ ഭാഗമാണ്. ആ കേരള NH 183A DPR തയ്യാറാക്കുന്നേ ഉള്ളൂ. ആരാ തയ്യാറാക്കുന്നത്? കേരള PWD ആണ് തയ്യാറാക്കുന്നത്. ആ കേരള PWD അതിന്റെ DPR തയ്യാറാക്കുന്നേ ഉള്ളൂ. പുള്ളി 183 കോടി രൂപ അനുവദിച്ചത്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇതൊരു സെൻട്രൽ പ്രോജക്റ്റ് അല്ല, അതൊരു സ്റ്റേറ്റ് പ്രോജക്റ്റ് ആണ്. അതിന്റെ DPR തയ്യാറാകുന്നത്. പിന്നെ എങ്ങനെയാണ് കാലാവധി പൂർത്തിയാക്കിയ ഒരു MLA അദ്ദേഹത്തിന്റെ വികസനമായി ഇത് അവകാശപ്പെടുന്നതാണ് ചോദ്യം. നടന്നു. ഓരോ വികസനവും തുടർച്ചയാണല്ലോ. ഞാൻ പറഞ്ഞു വരട്ടെ. ഇതേപോലെ ഇത് ക്ലിയർ ചെയ്തിട്ടില്ല. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ അമൃത് പദ്ധതി അനുസരിച്ച് 12.5 കോടി രൂപയുടെ വികസനം നടന്നു. ജനീഷ് കാണുന്നില്ല. അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഓടുന്ന ഒറ്റ ആംബുലൻസിൽ ഇന്ന് രാവിലെ ആംബുലൻസ് കാണാനാണോ ജനീഷ്? ആംബുലൻസ് കാണാനാണോ അത് ഓടാനാണ് ജനീഷ്? ഞാൻ പറഞ്ഞുതരാം ജനീഷ്. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ പൊന്ന് നഗരസഭ അധ്യക്ഷ കൂടി ആംബുലൻസ് ഉണ്ടോ അടൂരിൽ? എന്നെ സംസാരിക്കാൻ HMC അംഗമായ ബിനുവിന് അത് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അറിയാം. ഞാൻ HMC പോയില്ലേ? കേസ് പോയില്ലേ? പ്രവർത്തനരഹിതമായ ആംബുലൻസ് ഉണ്ടോ? പ്രവർത്തനരഹിതമാണ്. ഉപയോഗിക്കാനല്ല പിന്നെ ആംബുലൻസ്. സൂപ്രണ്ട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആംബുലൻസുകൾ ഒന്നുകിൽ പകര സംവിധാനം ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എത്രയും എന്ന് വെച്ചാൽ ചില ആംബുലൻസുകൾ കേടാണ്. വണ്ടികളാകുമ്പോൾ ചിലപ്പോൾ റിപ്പയർ ചെയ്യേണ്ടത് വരും. അത് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആംബുലൻസ് ഓടുന്നുണ്ട്. 108 ഏതെങ്കിലും നമ്മൾ വിളിച്ചു വിടാറുമുണ്ട്. ഒരു കാരണവശാലും ആംബുലൻസ് ഇല്ല, ഒരു രോഗിയും മരിച്ചിട്ടില്ല. ഇദ്ദേഹം ആദ്യം പറഞ്ഞ ആംബുലൻസ് ഇല്ല, രണ്ടാമത് പറഞ്ഞു ഉപയോഗശൂന്യമായ ആംബുലൻസ് ആണ്. ഉപയോഗശൂന്യമായ ആംബുലൻസ് ആണെങ്കിൽ ആരാണ് റിപ്പയർ ചെയ്യേണ്ടത്? ആ ഹോസ്പിറ്റലിന്റെ HMC കമ്മിറ്റി മെമ്പറാ. ഇതിനകത്തല്ല ഈ പറയുന്ന ഇവരും ഉണ്ടല്ലോ, അല്ലാതെ ഒരു ചെയർപേഴ്സൺ മാത്രമല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് വേണം ചെയ്യാൻ. വികസനം MLA ഫണ്ട് വെച്ചാണ് ഈ കാര്യങ്ങൾ മൊത്തം നടക്കുന്നത്. പറഞ്ഞു സമ്മതിച്ചു ഞങ്ങള്. MLA ഫണ്ട് മൊത്തം നടക്കുന്നു. ഗവൺമെന്റ് ആശുപത്രി, സ്റ്റേഡിയം, പാലം, സ്കൂള്, ഇതെല്ലാം MLA ഫണ്ട് കൊണ്ട് നടക്കുന്നു. ആംബുലൻസ് പോലും ഇല്ലാതെ. ഞാൻ തുടരെ ആദ്യം തൊട്ടേ ചോദിച്ചു, 15 വർഷം എന്തു ചെയ്തു എന്ന ചോദ്യമാണ് ഞാൻ ഉയർത്തിയത്. ഏറ്റവും അവസാനം ആ ചോദ്യം നിർത്താൻ പറ്റില്ല. ആ ചോദ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞത് 183A ഭരണിക്കാവ് ഹൈവേ. ഞാൻ ചോദിച്ചു, വേറൊന്നും ഇല്ലല്ലോ, നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ, വേറൊന്നും ഇല്ലല്ലോ, മറ്റു വിഷയങ്ങൾ സമ്മതിച്ചല്ലോ. 2004 ഇവിടുന്ന് 18 LDF MPമാര് തിരഞ്ഞെടുക്കപ്പെട്ട് ഡൽഹി പോയി. BJP സർക്കാരിനെ താഴെ ഇറക്കാൻ ഒരുമിച്ച് വോട്ട് ചെയ്തു. അവർ UPA എന്ന സംവിധാനത്തിന് വേണ്ടി കോമൺ മിനിമം പ്രോഗ്രാമിന് വേണ്ടി നിന്നു. അങ്ങനെ പുതിയ സർക്കാർ ഉണ്ടായി. ആ സാഹചര്യമാണ് ഇന്നിവിടെ നിലനിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 18 അല്ല 20 MPമാരും കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തണം. അതിൽ ഒന്നാം സ്ഥാനത്ത് തോമസ് ഐസക് ഉണ്ടാകണം. അതോടൊപ്പം ഞങ്ങൾ ചോദിക്കുന്നു 3 ടേം ഞങ്ങള് ആന്റണിക്ക് തന്നു. എന്ത് ചെയ്തു? ഇനി എന്തിന് പത്തനംതിട്ടയിലെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല. 3 ടേമാണ് കിട്ടിയത്. ഒരു 15 വർഷം എന്ന് പറയുന്ന 3 ടേം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വോട്ട് ചെയ്യാനാണ്, പാർലമെന്റിൽ പറയാനാണ്. എന്തിനാണ് ചോദ്യം ചോദിക്കുന്നത്? ബഹുമാനപ്പെട്ട MLA യോട്
183A സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണോ? ഞാൻ പറയുന്നു അല്ലാന്ന്. കാരണം നിങ്ങളിവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം നിങ്ങളുടെ മൊബൈലിനകത്ത് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ വളരെ കൃത്യമായി കിട്ടും. 183A ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പദ്ധതി തന്നെയാണ്. ഭരണിക്കാവിൽ നിന്ന് ആരംഭിച്ച് മുണ്ടക്കയത്ത് അവസാനിക്കുന്ന ഈ പദ്ധതിക്ക് 48 കോടി രൂപ ആദ്യഘട്ടമായി അനുവദിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി. സാറ് പറയുന്നു ഇപ്പോഴും DPR ആയിട്ടില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ സാറ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അതിന്റെ കൺസൾട്ടൻസിയെ നിയമിച്ചിരിക്കുന്നത് ആരാ? സംസ്ഥാന ഗവൺമെന്റ് ആണോ? സംസ്ഥാന ഗവൺമെന്റ് അല്ല, നാഷണൽ ഹൈവേ അതോറിറ്റി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കേരളത്തിൽ എല്ലായിടത്തും ഒരേ നിലപാടേ ഉള്ളൂ. 183A എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഒരു പദ്ധതിയല്ല. കേരളത്തിലെ കേരള PWD അതിൻ്റെ DPR 1567 കിലോമീറ്റർ ഉണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ 537 കിലോമീറ്റർ ഉണ്ട് സ്റ്റേറ്റിന്റെ അണ്ടറിൽ. അതിൽ വരുന്നതാണ് കേരളത്തിന്റെ ഗവൺമെന്റ്. കേരള PWD DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ DPR പോലും MPക്ക് അതിനകത്ത് ഒരു റോളുമില്ല. MPക്ക് അതിനകത്ത് ഒരു റോളുമില്ല. അടിസ്ഥാനരഹിതമായ ബഹുമാനപ്പെട്ട ബിനുവിനോടാണ് 2 ചോദ്യം ചോദിക്കാനുള്ളത്. ഈ 15 വർഷമായിട്ട് ആന്റണി പാർലമെന്റിൽ പോയിട്ട് കേരളത്തിന് വേണ്ടി എന്തു പറഞ്ഞു? പാർലമെന്റിൽ എണ്ണിച്ച് നിന്ന് 4 അക്ഷരം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെയും അദ്ദേഹത്തിന് വോട്ട് കുത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും? അതുപോലെ തന്നെ അദ്ദേഹത്തോടൊരു ചോദ്യം. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പെട്രോളിന് 385 രൂപയായിരുന്നു. ഇന്ന് എത്ര രൂപയാണ്? ഗ്യാസാണത്. അല്ല, ഗ്യാസിന് 385 രൂപ. പെട്രോളിന് എത്ര? തെരഞ്ഞെടുപ്പ് കഴിയും, വില കൂടും. പ്ലീസ് അങ്ങനെ ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. ഇപ്പൊ അദ്ദേഹം MLA ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ചവിട്ടിരിക്കുന്ന MLA ഫണ്ടില്ലാത്ത. ഈ LDFും UDFും ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ എന്തിനാണ് പരസ്പരം മത്സരിക്കുന്നത്? നിങ്ങൾ മാത്രം നിങ്ങളുടെ അനിൽ ആന്റണിക്കെതിരെ പല ആക്ഷേപങ്ങളും വരുന്നുണ്ടല്ലോ. എന്താണ് നിയമന കോഴ നടത്തിയെന്നോ PJ കുര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു. വേറെ ചില വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. സ്ഥാനാർത്ഥിക്കെതിരെ വാർത്തകളിൽ നിറയുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു പരിസരം ഉണ്ടല്ലോ. ഒരു വിശദീകരണം കൊടുക്കാം. ആദ്യമേ ബഹുമാനപ്പെട്ട ജനീഷ് കുമാർ ഇവിടെ സൂചിപ്പിക്കേണ്ട റെയിൽവേ ഒഴിവുകളുണ്ടായിരുന്നു. മൊത്തം 39,000 അപ്പോയിന്റ്മെന്റ് ഓർഡറുകൾ എന്ന് പറഞ്ഞാൽ UPSC പരീക്ഷ നടത്തിയിട്ടാ. ഇനി രണ്ടാമത്തെ റെയിൽവേയിലെ ബൃഹത്തായ ഒഴിവുകൾ നികത്താത്തതിന്റെ വലിയ ലക്ഷക്കണക്കായ നിങ്ങളുടെ KSRTC പോലെയാണോ ഇന്ത്യൻ റെയിൽവേ? സീനിയർ സിറ്റിസൺസിന്റെ ഇളവുകൾ നിർത്തലാക്കിയിട്ട് കോവിഡ് കാലത്ത് നിർത്തലാക്കിയതാണ് സീനിയർ സിറ്റിസൺസിനുള്ള ഇളവുകൾ. 3 വർഷം കഴിഞ്ഞിട്ടും പറയുന്നു 6000 കോടി ലാഭമുണ്ടാക്കിയെന്ന്. എന്തുകൊണ്ട് അത് പുനഃസ്ഥാപിക്കുന്നില്ല? അത് വളരെ പ്രധാനപ്പെട്ടാണ്. സീനിയർ സിറ്റിസൺസിനെ കൊള്ളയടിച്ച് റെയിൽവേ പണം ഉണ്ടാക്കുകയാണ്. കോവിഡ് വന്നപ്പോൾ അവരുടെ ആനുകൂല്യങ്ങൾ റദ്ദ് ചെയ്താണ്. പകുതി തുകയ്ക്ക് ടിക്കറ്റ് കിട്ടിയിരുന്ന അവസരം അതെല്ലാം നിഷേധിച്ചു. പുനഃസ്ഥാപിച്ചിട്ടില്ല. വേഗം പുനഃസ്ഥാപിച്ചിട്ടില്ല. അതൊരു തർക്ക വിഷയമല്ല. സാർ, ഇത്രയും നിങ്ങൾ UDFിനെ അതല്ലെങ്കിൽ കോൺഗ്രസിനെ എതിർക്കുമെങ്കിൽ സാർ എന്തുകൊണ്ട് നിങ്ങൾ തമിഴ്നാട്ടിലെ മധുരൈ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് നിങ്ങൾ വോട്ട് പിടിക്കുന്നു? അപ്പോൾ ശരി, വളരെ പൊളിറ്റിക്കലാണ്. 1ാം UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ 1ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്തെല്ലാം ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ നടന്നു എന്നറിയാമോ? എന്തെല്ലാം ഡെവലപ്മെൻറ്റുകൾ? ഈ പറയുന്ന തൊഴിലുറപ്പ് നിയമം, ഈ പറയുന്ന വിവരാവകാശ നിയമം, ഇതെല്ലാം 1ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. 1ാം UPA ഗവൺമെന്റിന്റെ ഇടതുപക്ഷ അംഗങ്ങൾ അവിടെ കുറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിലയിലുള്ള എല്ലാ മോശപ്പെട്ട രീതിയും പാർലമെന്റിൽ നടപ്പിലാക്കുന്ന. പ്രതിഷേധിക്കാൻ അവിടെ നിങ്ങളില്ല, കോൺഗ്രസ് അവിടെ ഇല്ല. അതാണ് പ്രശ്നം. പാർലമെന്റിൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവുണ്ടല്ലോ, അദ്ദേഹം പാർലമെന്റിൽ പോകുന്നില്ല. അവിടെ ഈ കാര്യങ്ങൾ പ്രതിഷേധിക്കുന്നില്ല. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഞങ്ങൾ എന്തിനും നിങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന ചോദ്യമാണെങ്കിൽ BJPയുടെ വർഗീയത, BJPയുടെ ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്, ആ വർഗീയ അജണ്ട, അതിനെതിരെ മാത്രമാണ് നിങ്ങൾക്ക് പിന്തുണ. നിങ്ങളുടെ നയം
കോൺഗ്രസിന്റെ നയം BJP-യുടെ നയവും ഒന്നു തന്നെയാണ്, ഒരേ രീതിയാണ്. ഇവിടെ ചോദിച്ചതുപോലെ 2004 വാജ്പേയി സർക്കാരിന്റെ ഭരണം അവസാനിപ്പിച്ച് ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നു. അന്ന് കേരളത്തിലെ ഇടതുപക്ഷ MP-മാരുടെ അടക്കം പിന്തുണയോടെയാണ് ഭരിച്ചത്. കേരളത്തിൽ നിന്ന് ഒരൊറ്റ കോൺഗ്രസ് MP പോലും ഉണ്ടായിരുന്നില്ല. 2024 നിങ്ങൾ ജയിച്ചു പോയില്ല എന്ന് വെച്ച് രാജ്യത്ത് ഒരു BJP ഇതര സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത ഇല്ലാതാകുന്നില്ല. കാരണം ഇടതുപക്ഷം കൂടി ലോക്സഭയിൽ ഉണ്ടാകണം എന്നിവർ പറയുന്നത് ഏത് ഘട്ടത്തിലും BJP-യിലേക്ക് പോകുന്ന കോൺഗ്രസ്സുകാർക്കപ്പുറം ഇടതുപക്ഷവും അവിടെ വേണം എന്നുള്ള ഒരു വാദമാണ് കേരളത്തിൽ വോട്ടർമാർക്ക് മുമ്പിൽ അവർ വെക്കുന്നത്. 2004 മോഡൽ മാർഗമുണ്ട്. ഇത് നിങ്ങൾ രാജ്യത്ത് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ചയില്ല എന്ന് പറയുന്ന പോലെയുള്ള ഇത് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച. ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, രാജ്യത്ത് കോൺഗ്രസ് ഇല്ല എങ്കിൽ കോൺഗ്രസ് ഇല്ലാത്തതിന് അപകടങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തില്ല എങ്കിൽ ഈ രാജ്യത്ത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ രാജ്യം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഞാനൊരു കാര്യം പറയാം, അതെ, കോൺഗ്രസ് നേതാക്കന്മാരില് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഈ പത്തനംതിട്ടയിലല്ലേ നിങ്ങൾ ഈ സംവാദം നടക്കുന്നത്. ഈ പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ 2 നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് പോയി. അവരാരും കോൺഗ്രസ് വിട്ട് BJP-യിലേക്കല്ല പോയെ. ഒന്ന് അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ്, കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ആയിരുന്നു, പോയത് CPM-ലേക്കാണ്, BJP-യിലേക്കല്ല. ഞാനൊന്ന് പറയാം, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ കാര്യം പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ക്യൂബയിലേക്ക് അമേരിക്കയിലും പോകാം. ആദ്യം പത്തനംതിട്ടയിലെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ആദ്യം ഞാൻ രണ്ടാമത് ഞങ്ങൾ DC പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ് ആയിരുന്നു, അദ്ദേഹവും CPM വന്നു. അത് ഞാൻ അനിൽ ആന്റണി BJP പോയി. ശരിയാണ്, ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു KS താലൂക്ക് സെക്രട്ടറിയുടെ പോലും വിലയില്ലാത്ത ഒരാളാണ് അനിൽ ആന്റണി. എന്താ കാര്യം നിങ്ങൾ മറക്കരുത്. ഒരു KS ചോദിക്കാനുള്ളത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറച്ചി, അതായത് മാംസം കയറ്റി അയക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. എന്നിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒത്തിരി ചെറുപ്പക്കാരെ, ഒത്തിരി പേരെ കൊലപാതകം നടത്തിയത് ഈ ഇന്ത്യയിലാണ്. ഇറച്ചിയുടെ പേരിൽ അല്ലെ ഈ പശുവിന്റെ പേരിൽ കൊലപാതകം നടത്തിയത് ഈ ഇന്ത്യയിൽ തന്നെയാണ്. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഓരോ വീടുകളിലും കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. ചോദ്യം അവിടെ ചെന്നപ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ആന്റണി 15 വർഷമായി ഇവിടെ നിന്ന് പോയിട്ട് പോലും അത് നിങ്ങളുടെ ചോദ്യം മാത്രമാണ്, ജനങ്ങളുടെ ചോദ്യമല്ല. സംസ്ഥാന ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ കൂടി ആയിരിക്കുമോ? ഒന്നത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ടെക്നോ പാർക്ക് കൊണ്ടുവന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതി അടക്കം കണ്ണൂർ വിമാനത്താവളം അടക്കം യാഥാർത്ഥ്യമാക്കിയത് ഈ കണ്ണൂർ വിമാനത്താവളത്തിലെ വിദേശ വിമാന കമ്പനികൾ വരുന്നില്ല. കെ സുധാകരൻ MP എന്തെങ്കിലും ചെയ്തോ? കെ സുധാകരൻ MP ലോക്സഭയിൽ അവതരിപ്പിച്ചോ? നമ്മളെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു ആളുകൾ കാണുന്നതല്ലേ. ഇവിടെ കനകോൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് കൊടുത്ത റിപ്പോർട്ടിനകത്ത് ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച MP, ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച MP ആന്റണിയാണെന്ന് കനകോലു, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമല്ല പറഞ്ഞത്. കോൺഗ്രസിന്റെ നേതാവ് റിപ്പോർട്ട് കനകോല് കൊടുത്ത റിപ്പോർട്ടിനകത്താണ് പറഞ്ഞത് ഏറ്റവും മോശപ്പെട്ട MP. കോൺഗ്രസിന് മെമ്പർഷിപ്പ് ഉള്ള ആളല്ല. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്താകമാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കകത്ത് പൗരത്വ ഭേദഗതി നിയമം അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും എന്തുകൊണ്ട് പറഞ്ഞില്ല? പിണറായി സർക്കാർ എനിക്കെതിരെ 3 കേസ് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും BJP വരും. ഒന്നുമില്ല, അല്ല ഉണ്ടായിരുന്ന ഒരു സീറ്റും കൂടെ പൊട്ടിച്ചില്ലേ? സീറ്റില്ലാതെ എങ്ങനെ ഭരിക്കും സാറേ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിർണായക ശക്തിയാകും BJP, ഞങ്ങൾ കേരളം ഭരിക്കും, ഞങ്ങൾ തീരുമാനം. ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടാണ് ഇവിടെ പോയത്. പോയ പിന്നെ എങ്ങനെ ഭരിക്കും? അത് ശരി, അക്കൗണ്ട് തുറക്കാൻ പറ്റാത്ത സ്റ്റേറ്റായി
BJP സംബന്ധിച്ച് കേരളം നിൽക്കൽ കോൺഗ്രസ് പ്രധാനമന്ത്രി പറഞ്ഞതോ? പക്ഷെ അതിന് വേറൊരു 0-0 ആണെങ്കിലും നിങ്ങൾക്ക് ഇത് വരുന്നതായിരിക്കും. പക്ഷേ സത്യം പറയണം, നാഷണൽ ഹൈവേക്ക് പണം കൊടുത്തത്, അതുപോലെ തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ വികസനം. അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ദേശീയപാത വികസനത്തിന് 25% സർക്കാർ കൊടുക്കണം. അതുവരെ കൊടുത്തിട്ടില്ല. 6000 കോടി കൊടുത്ത കേരളത്തോടാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? ശരിയാണോ? അത് ക്ലിയർ ചെയ്യണം. സ്ഥലമെടുത്ത് കൊടുത്തിട്ടില്ല. മറുപടി കൂടെ വളരെ സമാധാനത്തിൽ കേക്ക്. 183A ഒരു ഫണ്ടും ആരും അനുവദിച്ചിട്ടില്ല. അതിന്റെ DPR കേരള PWD തയ്യാറാക്കുന്നതേ ഉള്ളൂ. DPR തയ്യാറാക്കി അതിന്റെ പ്രപ്പോസൽ കൊടുത്തു കഴിയുമ്പോൾ ഫണ്ട് അനുവദിച്ചെങ്കിൽ ആരാ അനുവദിക്കുന്നതെന്ന് അപ്പം പറയാം, അനുവദിച്ച ആളും പറയാം. ഇതുവരെ ആരും ശബരി പാതയ്ക്ക് 50% ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു. അവര് കരുതി നമ്മൾ കൊടുക്കില്ല. ഈ പ്രതിസന്ധിയിലെല്ലാം നിൽക്കുമ്പോൾ 50% കിഫ്ബിയിലൂടെ ഞങ്ങൾ ശബരി റെയിലിന് തരാം എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തു. പക്ഷേ മിണ്ടാട്ടമില്ല, തിരിച്ചു മിണ്ടാട്ടമില്ല. വേറൊരു സുഹൃത്ത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയി, നിങ്ങളെ രണ്ടുപേരെയും കൂടെ ജയിപ്പിച്ചു വിട്ടാലും ഒരേപോലെ അല്ലേന്ന്. ആ സുഹൃത്തിനോട് എനിക്കൊരു ചോദ്യം. നിങ്ങൾ ആദ്യം അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, റോബർട്ട് വധേര വലിയ കുംഭകോണക്കാരൻ, അഴിമതിക്കാരൻ, ഭൂമി കുംഭകോണം, ഞങ്ങൾക്കൊരവസരം ഞങ്ങൾ പിടിച്ച് അകത്തിടും. ആരാ റോബർട്ട് വധേര? സോണിയാഗാന്ധിയുടെ മരുമകൻ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്. ആ റോബർട്ട് വധേര ആർക്കാ പണം കൊടുത്തതെന്നറിയാവോ? ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ പുറത്തു വന്നു 170 കോടി കൊടുത്തിരിക്കുന്നത് ആർക്കാ കൊടുത്തേ? കോൺഗ്രസിനല്ല, BJPക്കാ. നിങ്ങൾ ആരാണ്ടൊക്കെ ഇവിടെ പോയ കാര്യം പറയുന്നു. 13 മുഖ്യമന്ത്രിമാരാണ് നിങ്ങളുടെ പാളയത്തു നിന്ന് അപ്പുറത്ത് പോയിരിക്കുന്നത്. പാർലമെന്റ് അംഗങ്ങൾ, MLA-മാർ എല്ലാമായി നിരവധി പേർ. തോമസ് ഐസക്കിനെ വിജയിപ്പിച്ചു വിട്ടാൽ 1 കോടിയുമായി ആര് വന്നാലും തോമസ് ഐസക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ കാണും. ഒറ്റ കാര്യം കൂടി, ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടെ ശബരിമല ഉൾക്കൊള്ളുന്ന ജില്ലയാണ്. ഈ ശബരിമലയുടെ പേരിൽ ഒരു തവണ ഇന്ത്യൻ പാർലമെന്റിൽ അതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന് പറയാത്ത ആന്റണിയെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. തോമസ് ഐസക് എന്ന് പറയുന്ന അദ്ദേഹം അവിടെ എത്തിയാൽ, ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയാൽ ആ ശബരിമലയുടെ പേരിൽ അങ്ങയുടെ മണ്ഡലത്തിലെ കേന്ദ്രീയ വിദ്യാലയം ശ്രീ ആന്റണി MP-യുടെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. എന്റെ പൊന്നു മാഷേ, അത് സംസ്ഥാന ഗവൺമെന്റ് രാജ്യത്ത് 25 കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കൃഷി വകുപ്പിന്റെ 8 ഏക്കർ ഭൂമി കോന്നിയിൽ കണ്ടെത്തി കൊടുത്തു. അപ്പൊ നിങ്ങളുടെ MP പറഞ്ഞ എന്താണെന്നറിയോ? കോന്നി പറ്റില്ല, അവിടെ പണിയാൻ പറ്റില്ല എന്ന നിലപാടാണ്. അന്നേരം അദ്ദേഹത്തിന് വേറെയായിരുന്നു സ്റ്റാൻഡ്. മാധ്യമങ്ങൾ മാസങ്ങളോളം അലക്കിയതാ ആ തർക്കം. ചേട്ടൻ മറന്നുപോയി കാണുമല്ലേ? ഒന്ന് ഓർപ്പിച്ചെടുത്താൽ നല്ലതാ. അവസാനം കേന്ദ്രത്തിന്റെ എല്ലാ പദ്ധതിക്കും സ്ഥലം കണ്ടെത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. തീർച്ചയായും. അപ്പം അതിന്റെ ഭാഗമായിട്ടല്ലേ കൃഷി? അതെ, അന്ന് കോന്നിയിൽ അനുവദിച്ചപ്പോ അത് പറ്റില്ല, അതവിടെ പറ്റില്ല എന്ന സ്റ്റാൻഡായിരുന്നു. തർക്കം ഞങ്ങളുമായിട്ടായിരുന്നില്ല, നിങ്ങളുടെ അന്നത്തെ MLA-മായിട്ടായിരുന്നു തർക്കം. മനസ്സിലായോ? മാധ്യമങ്ങൾ അവസാനം അദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് അവസാനം അതിന്റെ മുമ്പിൽ വന്ന് ഒരു പടമെടുത്ത് ഫേസ്ബുക്കിൽ കൊടുത്തു. അതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. BJP എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലിയും ചില കാര്യങ്ങളുണ്ട്, എടുത്ത് പറഞ്ഞേ പറ്റൂ. നമ്മുടെ ഇപ്പോൾ ഇറങ്ങും അയ്യനൊരു വോട്ട്, അതുപോലെ പിന്നെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പേഴ്സണലി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 1 തവണയല്ല 2 തവണ. BJP അതായത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം അവരുടെ ഇതാണ്. അപ്പോൾ പിന്നെ ദൈവങ്ങളെ പിന്നെ ഇത് രാഷ്ട്രീയത്തിലോട്ട് കലർത്തി അതിട്ട് വോട്ട് പിടിക്കുകയാണ് BJPയുടെ മെയിൻ തന്നെ. അതിൻ്റെ വളരെ വളരെ ക്രൂരമായിട്ടുള്ള ഇരയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്തേ വരാഞ്ഞ അയ്യനൊരു വോട്ട് എന്നുള്ളത് ഇപ്പം അതിപ്പോൾ ഉടനെ തന്നെ വരും. അതായത് ക്ഷേത്രങ്ങളിലൊക്കെ വിലക്ക് അങ്ങനെയുള്ള ഇപ്പം അയ്യനോടെ ഓട്ടം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇടയ്ക്ക് പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ അയ്യൻ വോട്ട് ചെയ്യും, 2ാം അയോധ്യയായി ശബരിമല മാറും. 2014 BJP ഗവൺമെന്റ് വന്നപ്പോൾ പറഞ്ഞത് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞു. ദിനം പ്രതി 30 കർഷകർ വീതം ഇന്ന് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കടഭാരത്തിൽ ജീവിക്കുന്നു. ഒരു നിമിഷം യാതൊരു വിധമായ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കാതെ. ഇന്നലെ വരെ ഈ രാജ്യത്ത്
80-ലധികം കോൺഗ്രസ് എംപിമാരും 120-ലധികം കോൺഗ്രസിന്റെ MLA-മാരും കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ മക്കളടക്കമുള്ളവർ ഇന്ന് കോൺഗ്രസിൽ നിന്ന് BJP പാളയത്തിലാണ് പോയി. നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങള് എന്ത് വിശ്വാസത്തിന്റെ പുറത്ത് വോട്ട് ചെയ്യും? ഈ തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിനെതിരായ ഒരു വിധിയെഴുത്താകുമോ? അതിൽ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണോ? അതുകൂടി ചേർത്ത് അവസാനമായി കോൺഗ്രസിന്റെ ഇത് മോദി സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധി ആയിരിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. നരേന്ദ്രമോദി സർക്കാരിനും BJP-യുടെ ഫാസിസ്റ്റ് വർഗീയ നയങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ ജനവിധി ഉണ്ടാകും. രണ്ട് സർക്കാരിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ്. BJP-യുടെ പ്രതിനിധി ഇവിടെ ഒരു കാര്യം പറഞ്ഞു, അയോധ്യയാക്കുമെന്ന്. ഒരു കാര്യം ഞാൻ പറയുക, നിങ്ങളിവിടെ വർഗീയ സംഘർഷം ഈ ജില്ലയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പതിറ്റാണ്ടുകളായി. ആദ്യം നിലയ്ക്കലിൽ ഓർമ്മ കാണും. നിലയ്ക്കലിൽ നിങ്ങൾ ആരംഭിച്ചു. നിലയ്ക്കലിൽ നിങ്ങൾ ആരംഭിച്ചു. ഈ ഭൂമി നിങ്ങൾ ഇതൊക്കെ നിലയ്ക്കലിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിലയ്ക്കലിൽ കലാപമുണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിച്ചു. ഈ നാട് ചെറുത്തു തോൽപ്പിച്ചു. അപ്പുറത്ത് മാരാമണ്ണ് ക്രൈസ്തവ മിഷണറിമാർ വന്ന് പ്രസംഗിച്ചാൽ തടയുമെന്ന് പറഞ്ഞ് അവിടെ കലാപമുണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിച്ചു. ഈ നാട് ചെറുത്തു. അധികം കാലമൊന്നുമായില്ല, തിരുവല്ലയിലെ കുമ്പനാട് പെന്തക്കോസ് ആസ്ഥാനത്ത് നിങ്ങൾ കയറി കൊടി നാട്ടി. എന്നിട്ട് അവര് ആ മിഷണറിമാരെ ഭീഷണിപ്പെടുത്തി. ഈ നാട് ചെറുത്തു തോൽപ്പിച്ചു. ചെറുത്തു തോൽപ്പിച്ചത് എങ്ങനെയാ? ഒരു MPയും ഇല്ലായിരുന്നു. ആന്റണി അവിടെ വന്നില്ല. കുമ്പനാട്. ഇവിടുത്തെ ഇടതുപക്ഷം ഈ ജില്ലയിൽ ശക്തമായി ഉള്ളിടത്തോളം കാലം പത്തനംതിട്ട മതമൈത്രിക്കു പേരുകേട്ട പത്തനംതിട്ടയായി എല്ലാ കാലവും ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരു അയോധ്യയുമാക്കുവാൻ ഒരു BJP-യും ഒരു RSS-ഉം പരിശ്രമിച്ചാൽ ഇവിടെ നടക്കില്ല. നിങ്ങൾക്ക് കോൺഗ്രസുകാരെ കിട്ടിയേക്കാം, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കാലം കേരളം ഇങ്ങനെ തന്നെ നിലനിൽക്കും. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ വർഗീയത പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുണ്ട്, മതേതരത്വം. ആ മതേതരത്വം ഇന്ത്യ ഉണ്ടായ സമയത്ത് തന്നെ ഇന്ത്യ മതേതര രാജ്യമായിരുന്നു. പാകിസ്ഥാൻ മതരാജ്യവും ഇന്ത്യ മതേതര രാജ്യമായിരുന്നു. ആ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസം എന്നൊരു വാക്ക് 1977 ഇന്ദിരാഗാന്ധി ചേർത്ത BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശബരിമല കയറിയപ്പോൾ ആചാരത്തിന്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഇരുമുടിക്കെട്ട് തറയിലിട്ടിട്ട് ചുണ്ടിൽ ഹാൻസ് വെച്ചതുകൊണ്ടാണ് അയാൾ ഭീമം കാണിച്ചു. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാർ അമ്പലത്തിൽ പൂജിക്കാനും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. കമ്മ്യൂണിസ്റ്റുകാർ പൂജ ചെയ്യുന്നതിന്റെ കൂട്ടം അമ്പലത്തിൽ പോയി അമ്പലത്തിൽ തൊഴുന്നതിന്റെ അടിസ്ഥാനത്ത് ഒരു BJP-കാരൻ പോലും അതേപോലെ അമ്പലത്തിൽ പോവുകയോ ഭക്തി കാണിക്കുകയോ ഏകദേശം ശംഭു വെച്ചിട്ടുള്ള ഭക്തിയല്ല ഞങ്ങൾ കാണിക്കുന്നത്. കേരളത്തിൽ നിന്ന് പോയ 20 MPമാരുടെയും MP ഫണ്ട് വിനിയോഗം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിൽ 7 കോടി രൂപയിൽ കൂടുതൽ വിനിയോഗിച്ച ഒരു MP പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതും പ്രേമേന്ദ്രൻ 9 കോടി, അതുപോലും 50% കൂടുതൽ യൂട്ടിലൈസേഷൻ വരുന്നില്ല. പിന്നെ എന്താ കോട്ടയത്തെ MPയോ? അറിയില്ല. പിന്നെ അങ്ങനെ പറയരുത്, ജനറലൈസ് ചെയ്യരുത്. അതായത് 100% ചെലവഴിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ MP-യാണ് തോമസ് ചാഴികാടൻ. മനസ്സിലായില്ലേ? വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് MPമാരൊക്കെ കോടികൾ, അതാണ് എൻ്റെ ചോദ്യം, കോടികളുടെ പെൻഡിംഗ് ആണ്. നിങ്ങൾ കേരളത്തിൽ ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ല എന്ന പൊതുബോധം കേരളത്തിൽ നിൽക്കുകയാണ്. നോബിൾ എന്ത് മറുപടി? കേരളത്തെ കുറിച്ച് നമ്മൾ കേരളം പത്തനംതിട്ടയാണ്. നിങ്ങൾ ഇന്ത്യ ഭരിക്കില്ല. പത്തനംതിട്ട നിങ്ങൾ വലിയ വെല്ലുവിളിക്ക് നടുവിലാണ്. സിറ്റിംഗ് സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന ഇടതുമുന്നണിയുടെ കാഴ്ചപ്പാടില്ല. ഒരു പ്രയാസമില്ല. ചരിത്രത്തിൽ ആദ്യമായി ആന്റണി വിജയിച്ചിരിക്കുന്നു. 7 MLA-മാരുള്ള മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും LDF ആയ പത്തനംതിട്ട 26-ാം തീയതി ചുവന്ന കൊടി പാറും. ഡോക്ടർ തോമസ് ഐസക്കിന്റെ ചുവന്ന കൊടി ഈ ജില്ലയാകെ പാറും. കേരളത്തിൽ ഇടതുപക്ഷ തരംഗമുണ്ടാവും. ഇന്ത്യയിൽ മതനിരപേക്ഷ മുന്നണിക്ക് ശക്തി ഉണ്ടാവും. പടക്കളം അവസാനിക്കുന്നു. പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ആവേശമാണ് ഇവിടെ കണ്ടത്. നമസ്കാരം.